എന്റെ പേര് ഡോക്ടർ അംസി. ഞാൻ ഓക്സ്ഫോർഡിൽ നിന്നാണ്. ബ്രിട്ടനിലെ ഒരു മുസ്ലിം സംഘടനയിലെ അംഗമാണ്. ഞാൻ പറയട്ടെ, നിങ്ങളൊരു മഹത്തായ കാര്യമാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ ചോദ്യം, ഡോക്ടർ ജാകിർ നായിക്, ഇസ്ലാമോഫോബിയ എന്നൊരു പ്രതിഭാസം യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിനില്ലേ? ഭയത്തിന്റെ ഈ അതിര് ഭേദിക്കാനായി പാശ്ചാത്യ സമൂഹമാണോ മുന്നിട്ടിറങ്ങേണ്ടത്? നമുക്കെല്ലാവർക്കുമുള്ള ഭയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അപരിചിതരെക്കുറിച്ചുള്ള ഭയം. വളരെ നല്ലൊരു ചോദ്യമാണ് സഹോദരൻ ഉന്നയിച്ചത്. ഇസ്ലാമോഫോബിയ എന്നൊരു പ്രതിഭാസം യഥാർത്ഥത്തിൽ ഉണ്ടോ? അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിനില്ലേ? അതെ, ഇസ്ലാമോഫോബിയ എന്നൊന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചു. ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഇസ്ലാമോഫോബിയയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മാധ്യമങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും മാധ്യമങ്ങൾ പരത്തുന്നുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. മുസ്ലിങ്ങൾ എന്ന നിലയിൽ യഥാർത്ഥ ഇസ്ലാമിക പാഠങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മുസ്ലിം സമുദായത്തിൽ കരിങ്കാലികൾ ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ഞാൻ ബോധവാനാണ്. എല്ലാ മുസ്ലിങ്ങളും 100% നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ സമുദായത്തിലുമുണ്ട് കരിങ്കാലികൾ, മുസ്ലിങ്ങളിലുമുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? അവർ മുസ്ലിം സമുദായത്തിലെ കരിങ്കാലികളെ തിരഞ്ഞുപിടിച്ച് മുസ്ലിം മാതൃകകളായി മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: യഥാർത്ഥ ഖുർആൻ സന്ദേശവും പ്രവാചകനായ മുഹമ്മദിന്റെ വചനങ്ങൾ പൊതുസമൂഹത്തിലെത്തിക്കുക. ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുന്നുവെങ്കിൽ, തീവ്രവാദത്തിലോ നിഷ്കളങ്കരായ മനുഷ്യരെ കൊല ചെയ്യുന്നതിലോ, അത്തരം കാര്യങ്ങൾ നിഷിദ്ധമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. തെറ്റായി നയിക്കപ്പെട്ട ചില ആളുകളുണ്ട്. നിഷ്കളങ്കരായ മനുഷ്യരെ കൊല്ലുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പറയുന്ന തലത്തിലേക്ക് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അവരെ ധരിപ്പിച്ചിരിക്കുന്നു. മുഖ്യധാരാ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം അവരെ ബോധ്യപ്പെടുത്തലും തെറ്റായ പാതയിൽ നിന്ന് മുസ്ലിങ്ങളെ തടയലും നമ്മുടെ കടമയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തെ ബോധിപ്പിക്കുക എന്നതും നമ്മുടെ കടമയാണ്. ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ ഇതിനുള്ള പരിഹാരത്തിന്റെ ഭാഗമായി മാറണം, അല്ലാതെ അവർ പ്രശ്നത്തിന്റെ ഭാഗമാകരുത്. മുസ്ലിങ്ങൾ ഈ പ്രശ്നത്തിന്റെ ഭാഗമാണെന്ന് ഗവൺമെന്റ് ചിന്തിക്കാൻ നാം ഇടവരുത്തരുത്. മുസ്ലിങ്ങൾ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് തോന്നണം. ഇന്ത്യൻ പോലീസിനോടും ബോംബെ പോലീസിനോടുമൊക്കെ ഞാൻ ഇതാണ് ഉപദേശിച്ചിട്ടുള്ളത്. പോലീസുമായി ഞാൻ പലപ്പോഴും ഇടപഴകാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ളത് ഇതാണ്: നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ മുസ്ലിങ്ങളെ സമീപിക്കുക, അവരുമായി ഇടപഴകുക. ഏറ്റവും നല്ലത് അതാണ്. പല രാജ്യങ്ങളിലെയും പോലീസുകാരെ ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അവരുമായി നാം ചോദ്യങ്ങളും ഉത്തരങ്ങളും പങ്കുവെക്കണം. അതുവഴി അവരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കണം. ഇസ്ലാം സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും മതമാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ സന്ദേശം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ലാത്തവനായിരിക്കും ഒരു യഥാർത്ഥ മുസ്ലിം എന്ന്. സമുദായത്തിലെ കരിങ്കാലികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചോദ്യത്തിന് ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു.